ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത മലയാളികൾ കാണില്ല അല്ലേ? പക്ഷെ പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണം. അതുകൊണ്ടായിരിക്കും മിക്കവരും പൊതിച്ചോറ് തയ്യാറാക്കാത്തത്. രണ്ടോ കറി വെച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്. 5 6 കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം വേണം? ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം നമുക്ക് മീൻ മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അധികം ഒന്നുമില്ല, 4 മീനേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അപ്പം 4 മീനിനുള്ള മസാലയെ ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവിന് മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടെ കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി മസാല മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. മീൻ നേരത്തെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10 മിനിറ്റ് മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മസാലയൊക്കെ പിടിച്ചു വരുമ്പോഴേക്ക് നമുക്ക് അരി വേവാൻ വേണ്ടിയിട്ട് ഇടാം. ഞാനിവിടെ 1 കപ്പ് പാലക്കാടൻ മട്ട വടി അരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ കുക്കറിലാണ് അരി വേവിക്കുന്നത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എനിക്ക് 1 വിസിൽ മതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില കുക്കറിലൊക്കെ 1 2 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷം കുക്കറിൽ ഞാൻ വേവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി മീൻ ഇട്ട് കൊടുക്കുക. മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടുത്ത ഭാഗം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെള്ളം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളമോ പാലോ ചേർത്താൽ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഈ പാനിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം. മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്കിട്ടിട്ട് വേണം ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ താഴ്ഭാഗം ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അധിക സമയമൊന്നും വേണ്ട വേവാൻ വേണ്ടിയിട്ട്, 1 മിനിറ്റോളം മതി. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാ ഓംലെറ്റും തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ബീൻസും പിന്നെ 1 സവാളയും 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ മീഡിയത്തിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ബീൻസ് തോരനാണ് വയ്ക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഏത് തോരൻ വേണമെങ്കിലും വയ്ക്കാം. ക്യാബേജ് തോരനോ ബീട്രൂട്ട് തോരനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും പച്ചക്കറി വെച്ചിട്ട് തോരൻ വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. വയ്ക്കുന്നതൊക്കെ ഈ രീതിയിൽ തന്നെ വെച്ചാൽ മതി. ബീൻസിന് പകരം ക്യാബേജോ ബീട്രൂട്ടോ ഒക്കെ ചേർത്താൽ മതി. വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വെളുത്തുള്ളി ചതച്ചത്, ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം.
1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തോരനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീൻസ് ഇതുവരെ വെന്ത് വന്നിട്ടില്ല. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്കൊരു വെള്ളരിക്ക പച്ചടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് 1-2 വിസിൽ വരണ വരെ വേവിച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്. ബീൻസ് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക കറക്റ്റ് ആണോ എന്ന്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിന് പകരം 1.5 ടീസ്പൂൺ മുളക് പൊടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താലും മതി. 4 ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 1 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം അരച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കുക. ഇനി നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ ചട്നിയൊക്കെ ചെയ്യുമ്പോൾ അധികം തിളപ്പിക്കില്ലല്ലോ, അതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തൈരിനും വെള്ളം കുറവാണ്. 1/2 കപ്പ് തൈര് അല്ലെങ്കിൽ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കുക. അപ്പം നമ്മുടെ തൈര് കറിയും റെഡിയായി. അപ്പം ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം. തീയിൽ കാണിച്ചിട്ട് ഇല നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി പൊതിച്ചോറ് കെട്ടാം. അതിന് വേണ്ടിയിട്ട് ഇലയിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. തോരൻ വെക്കാം. ഓംലെറ്റ്, കുറച്ച് ചമ്മന്തി, 2 കഷ്ണം മീൻ പൊരിച്ചത്, ഇനി അച്ചാർ ഞാൻ ചെറിയ കഷ്ണം ഇല വാട്ടിയെടുത്തിട്ട് അതിലാണ് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ചോറിലൊക്കെ ആവും. ഞാനിവിടെ നാരങ്ങ അച്ചാറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അച്ചാർ വേണമെങ്കിലും വയ്ക്കാം. അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലെങ്കിലും നേരത്തെ അതിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഇഞ്ചിക്കറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലേലിസ്റ്റ് ഫുള്ളായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ റെസിപ്പിയുടേതും കൊടുക്കാം. അച്ചാറൊക്കെ നമുക്ക് നേരത്തെ ഇട്ട് വയ്ക്കാമല്ലോ. ഇനി ഇത് മടക്കി വയ്ക്കാം. ഇനി നമുക്ക് തൈര് കറി വെച്ച് കൊടുക്കാം. 2 കാന്താരി മുളക് ഉപ്പിലിട്ടത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മീൻ പൊരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിത് പൊതിയാം. നമ്മൾ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ പേപ്പർ വെച്ചിട്ട് പുറമേ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ പുറത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് പേപ്പർ വെച്ച് പൊതിയണില്ല. ഞാനിത് പൊതിഞ്ഞിട്ട് മടക്കി ഒന്ന് വയ്ക്കുന്നതേ ഉള്ളൂ. കുറച്ചു നേരം ഒന്ന് ഇലയിലിരിക്കണം. അപ്പോഴേ ആ ഇലയുടെ മണവും രുചിയൊക്കെ നമ്മുടെ ചോറിന് കിട്ടുള്ളൂ. ഇപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ പൊതിച്ചോറ് തയ്യാറാക്കി എടുക്കാൻ എളുപ്പമല്ലേ? അപ്പം ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പച്ചടിക്ക് പകരം വേണമെങ്കിൽ ബീട്രൂട്ട് കിച്ചടിയൊക്കെ തയ്യാറാക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക.
അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.